ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. PSC പരീക്ഷകളിലെ SCERTയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10ാം ക്ലാസ് ജോഗ്രഫിയിലെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ പോയിൻറ്റും വിടാതെ മുഴുവനായിട്ടും പഠിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭൗമോപരിതലത്തിലെ പ്രകൃതിദത്തവും മാനവനിർമ്മിതവുമായ ഭൂദൃശ്യങ്ങൾ കൃത്യമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? ആൻസർ: ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ, ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ്സ്. ഭൗമോപരിതലത്തിലെ പ്രകൃതിദത്തവും മാനവനിർമ്മിതവുമായ ഭൂദൃശ്യങ്ങൾ കൃത്യമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്, ടോപ്പോ ഷീറ്റ്സ്. 2. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക ഏജൻസി ആണ് സർവേ ഓഫ് ഇന്ത്യ. 3. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂണിലാണ്. 4. സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1767. സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം 1767 പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പഠിച്ചത്. നമുക്കൊന്നുകൂടി നോക്കാം. ഭൗമോപരിതലത്തിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ഭൂദൃശ്യങ്ങൾ കൃത്യമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ. ഈ ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. അത് സ്ഥാപിക്കപ്പെട്ട വർഷം 1767. അതിൻ്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂണുമാണ്. 5. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ജനറൽ ആരായിരുന്നു? ബ്രിഗേഡിയർ IHR വിൽസൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ജനറൽ ബ്രിഗേഡിയർ IHR വിൽസൺ ആയിരുന്നു. 6. ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രേഖകൾ ഏവ? സമോച്ച രേഖകൾ അഥവാ കോണ്ടൂർ ലൈൻസ്. ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രേഖകളാണ് കോണ്ടൂർ ലൈൻസ് അഥവാ സമോച്ച രേഖകൾ. 7. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന ഭൂപട രേഖകളെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ലൈൻസ് അഥവാ സമോച്ച രേഖകൾ എന്ന്. ഒന്നുകൂടി നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് കോണ്ടൂർ ലൈൻസ് അഥവാ കോണ്ടൂർ രേഖകൾ. 8. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സമോച്ച രേഖകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കോണ്ടൂർ ലൈൻസ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. 9. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയര വ്യത്യാസത്തെ എന്താണ് വിളിക്കുന്നത്? കോണ്ടൂർ ഇൻ്റർവെൽ അഥവാ സമോച്ചാന്തരം. അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയര വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇൻ്റർവെൽ അഥവാ സമോച്ചാന്തരം. 10. ഒരു 1:50,000 തോതിലുള്ള ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിലെ സാധാരണ കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണ്? 20 മീറ്റർ. 1:50,000 തോതിലുള്ള ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിലെ സാധാരണ സമോച്ചാന്തരം അഥവാ കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണ്? 20 മീറ്റർ. 11. സമോച്ച രേഖകൾ വളരെ അടുത്തടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ചെരിവിനെയാണ് സൂചിപ്പിക്കുന്നത്? കുത്തനെയുള്ള ചെരിവ് അഥവാ സ്റ്റീപ്പ് സ്ലോപ്പ്. സമോച്ച രേഖകൾ അഥവാ കോണ്ടൂർ രേഖകൾ വളരെ അടുത്തടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ചെരിവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? കുത്തന ചെരിവ് അഥവാ സ്റ്റീപ്പ് സ്ലോൺ. 12. കോണ്ടൂർ രേഖകൾ തമ്മിൽ കൂടുതൽ അകലത്തിലാണെങ്കിൽ അത് ഏത് ചരിവിനെ സൂചിപ്പിച്ചിരിക്കുന്നു? മന്ദചരിവ് അഥവാ ജെൻറ്റിൽ സ്ലോപ്പ്.
കോണ്ടൂർ രേഖകൾ തമ്മിൽ കൂടുതൽ അകലത്തിലാണെങ്കിൽ അത് ഏത് ചെരിവിനെ സൂചിപ്പിച്ചിരിക്കുന്നു? മന്ദചെരിവ് അഥവാ ജെന്റിൽ സ്ലോപ്പ്. 13. കോണ്ടൂർ രേഖകൾ തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏകരൂപ ചരിവ് അഥവാ യൂണിഫോം സ്ലോപ്പ്. കോണ്ടൂർ രേഖകൾ തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അത് ഏകരൂപ ചെരിവിനെ സൂചിപ്പിക്കുന്നു അഥവാ യൂണിഫോം സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നു. 14. ഉയർന്ന ഭാഗങ്ങളിൽ സമോച്ചരേഖകൾ അടുത്തടുത്തും താഴ്ന്ന ഭാഗങ്ങളിൽ അകന്നും കാണപ്പെടുന്നത് ഏത് ചെരിവാണ്? ഉൾത്തള ചെരിവ് അഥവാ കോൺകേവ് സ്ലോപ്പ്. ഉയർന്ന ഭാഗങ്ങളിൽ കോണ്ടൂർ രേഖകൾ അടുത്തടുത്തും താഴ്ന്ന ഭാഗങ്ങളിൽ അകന്നും കാണപ്പെടുന്നത് ഏത് ചെരിവാണ്? ഉൾത്തള ചെരിവ് അഥവാ കോൺകേവ് സ്ലോപ്പ്. ഒരു പോയിന്റ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യണം. സമോച്ചരേഖകൾ എന്ന് പറയുന്നത് കോണ്ടൂർ രേഖകളെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15. ഉയർന്ന ഭാഗങ്ങളിൽ സമോച്ചരേഖകൾ അഥവാ കോണ്ടൂർ രേഖകൾ അകന്നും താഴ്ന്ന ഭാഗങ്ങളിൽ അടുത്തടുത്തും കാണപ്പെടുന്നത് ഏത് ചെരിവാണ്? കോൺവെക്സ് സ്ലോപ്പ് അഥവാ പുറത്തള ചെരിവ്. ഉയർന്ന ഭാഗങ്ങളിൽ കോണ്ടൂർ രേഖകൾ അകന്നും താഴ്ന്ന ഭാഗങ്ങളിൽ അടുത്തടുത്തും കാണപ്പെടുന്ന ചെരിവാണ് പുറത്തള ചെരിവ് അഥവാ കോൺവെക്സ് സ്ലോപ്പ്. 16. അടഞ്ഞ കോണ്ടൂർ രേഖകളുടെ കേന്ദ്രഭാഗത്തേക്ക് പോകും തോറും മൂല്യം കൂടി വരുന്നെങ്കിൽ അത് ഏത് ഭൂരൂപത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ കുന്ന് അല്ലെങ്കിൽ മല. അടഞ്ഞ കോണ്ടൂർ രേഖകളുടെ കേന്ദ്രഭാഗത്തേക്ക് പോകും തോറും മൂല്യം കൂടി വരുന്നുവെങ്കിൽ അത് ഏത് ഭൂരൂപത്തെ സൂചിപ്പിക്കുന്നു? കുന്ന് അല്ലെങ്കിൽ മല. 17. അടഞ്ഞ കോണ്ടൂർ രേഖകളുടെ കേന്ദ്രഭാഗത്തേക്ക് പോകും തോറും മൂല്യം കുറഞ്ഞു വരുന്നെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? വിഷാദ മേഖല അല്ലെങ്കിൽ തടാകം. അടഞ്ഞ കോണ്ടൂർ രേഖകളുടെ കേന്ദ്രഭാഗത്തേക്ക് പോകും തോറും മൂല്യം കുറഞ്ഞു വരുന്നെങ്കിൽ അത് വിഷാദ മേഖല അല്ലെങ്കിൽ തടാകത്തെ സൂചിപ്പിക്കുന്നു. 18. വി ആകൃതിയിലുള്ള കോണ്ടൂർ രേഖകളുടെ മുന അഥവാ അപ്പെക്സ് ഉയർന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ അത് ഏത് ഭൂരൂപമാണ്? ആൻസർ നദീ താഴ്വര അഥവാ റിവർ വാലി. വി ആകൃതിയിലുള്ള കോണ്ടൂർ രേഖകളുടെ മുന ഉയർന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ അത് നദീ താഴ്വര ഭൂരൂപമാണ് അഥവാ റിവർ വാലിയാണ്. 19. വി ആകൃതിയിലുള്ള സമോച്ച രേഖകളുടെ മുന താഴ്ന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ അത് ഏത് ഭൂരൂപമാണ്? ആൻസർ സ്പർ. സ്പർ എന്ന് പറഞ്ഞാൽ മലയോര നിരപ്പുകൾ. വി ആകൃതിയിലുള്ള കോണ്ടൂർ രേഖകളുടെ മുന താഴ്ന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ അത് മലയോര നിരപ്പുകൾ അഥവാ സ്പർ എന്ന ഭൂരൂപമാണ്. 20. അടുത്തടുത്ത രണ്ട് കൊടുമുടികൾക്കിടയിലുള്ള താഴ്ന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? സാഡിൽ. അടുത്തടുത്തുള്ള രണ്ട് കൊടുമുടികൾക്കിടയിലുള്ള താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സാഡിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭൂപടത്തിൽ ഒരു ബിന്ദുവിന് സമീപം ഉയരം മീറ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതി ഏതാണ്? ആൻസർ സ്പോട്ട് ഹൈറ്റ്. ഭൂപടത്തിൽ ഒരു ബിന്ദുവിന് സമീപം ഉയരം മീറ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് സ്പോട്ട് ഹൈറ്റ്. 22. സർവേയർമാർ അളന്ന് നിശ്ചിത തൂണുകളിലോ കെട്ടിടങ്ങളിലോ പാറകളിലോ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥിരമായ ഉയരം ഏതാണ്? ബെഞ്ച് മാർക്ക്. സർവേയർമാർ അളന്ന് നിശ്ചിത തൂണുകളിലോ കെട്ടിടങ്ങളിലോ പാറകളിലോ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഉയരമാണ് ബെഞ്ച് മാർക്ക്. 23. ത്രികോണമിതി സർവേയിലൂടെ കണ്ടെത്തി ത്രികോണ ചിഹ്നത്തോടൊപ്പം നൽകുന്ന ഉയരരേഖ ഏതാണ്? ട്രയാങ്കുലർ സ്റ്റേഷൻ. ത്രികോണമിതി സർവേയിലൂടെ കണ്ടെത്തി ത്രികോണ ചിഹ്നത്തോടൊപ്പം നൽകുന്ന ഉയരരേഖയ്ക്ക് പറയുന്ന പേരാണ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ. 24. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ചുവപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്ന ലംബ സമതല രേഖകളുടെ ശൃംഖലയെ എന്താണ് വിളിക്കുന്നത്? ഗ്രിഡ് ശൃംഖല അല്ലെങ്കിൽ ഗ്രിഡ് നെറ്റ്വർക്ക്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ചുവപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്ന ലംബ സമതല രേഖകളുടെ ശൃംഖലയെ എന്താണ് വിളിക്കുന്നത്? ഗ്രിഡ് ശൃംഖല അല്ലെങ്കിൽ ഗ്രിഡ് നെറ്റ്വർക്ക്. 25. ഗ്രിഡ് ശൃംഖലയിലെ ലംബരേഖകളെ പറയുന്ന പേര് എന്താണ്? കിഴക്കൻ രേഖകൾ അഥവാ ഈസ്റ്റിങ്സ്. ഗ്രിഡ് ശൃംഖലയിലെ ലംബരേഖകളെ പറയുന്ന പേരാണ് കിഴക്കൻ രേഖകൾ അല്ലെങ്കിൽ ഈസ്റ്റിങ്സ്. 26. ഗ്രിഡ് ശൃംഖലയിലെ സമതല രേഖകളെ അതായത് ഹൊറിസോണ്ടൽ ലൈൻസിനെ പറയുന്ന പേര് എന്താണ്? വടക്കൻ രേഖകൾ അല്ലെങ്കിൽ നോർത്തിങ്സ്.
ഗ്രിഡ് ശൃംഖലയിലെ സമതല രേഖകളെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസിനെ പറയുന്ന പേരാണ് വടക്കൻ രേഖകൾ അഥവാ നോർത്തിങ്സ്. 27 കിഴക്കൻ രേഖകളുടെ മൂല്യം എങ്ങോട്ടാണ് വർദ്ധിച്ചു വരുന്നത്? കിഴക്കോട്ട്. കിഴക്കൻ രേഖകളുടെ അഥവാ ഈസ്റ്റിങ്സിൻ്റെ മൂല്യം എങ്ങോട്ടാണ് വർദ്ധിച്ചു വരുന്നത്? കിഴക്കോട്ടേക്കാണ്. 28 വടക്കൻ രേഖകളുടെ അഥവാ നോർത്തിങ്സിൻ്റെ മൂല്യം എങ്ങോട്ടാണ് വർദ്ധിച്ചു വരുന്നത്? വടക്കോട്ട്. വടക്കൻ രേഖകളുടെ അഥവാ നോർത്തിങ്സിൻ്റെ മൂല്യം വടക്കോട്ട് പോകുന്തോറും വർദ്ധിച്ചു വരുന്നു. 29 ഒരു ഗ്രിഡ് ചതുരത്തിനുള്ളിലെ ഭൂദൃശ്യത്തിൻ്റെ സ്ഥാനം 4 അക്കങ്ങൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്ന രീതി ഏതാണ്? 4 ഫിഗർ ഗ്രിഡ് റഫറൻസ്. ഒരു ഗ്രിഡ് ചതുരത്തിനുള്ളിലെ ഭൂദൃശ്യത്തിൻ്റെ സ്ഥാനം 4 അക്കങ്ങൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്ന രീതിയാണ് 4 ഫിഗർ ഗ്രിഡ് റഫറൻസ്. 30 4 ഫിഗർ അല്ലെങ്കിൽ 6 ഫിഗർ ഗ്രിഡ് റഫറൻസ് എഴുതുമ്പോൾ ആദ്യമായി ഏത് രേഖയുടെ മൂല്യമാണ് എഴുതേണ്ടത്? കിഴക്കൻ രേഖ അല്ലെങ്കിൽ ഈസ്റ്റിങ്സിൻ്റെ. 4 ഫിഗർ അല്ലെങ്കിൽ 6 ഫിഗർ ഗ്രിഡ് റഫറൻസ് എഴുതുമ്പോൾ കിഴക്കൻ രേഖ അല്ലെങ്കിൽ ഈസ്റ്റിങ്സ് രേഖയുടെ മൂല്യമാണ് ആദ്യം എഴുതേണ്ടത്. 31 ടോപ്പോ ഷീറ്റിലെ ഒരു ചെറിയ വസ്തുവിൻ്റെ സ്ഥാനം വളരെ കൃത്യമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? 4 ഫിഗർ ഗ്രിഡ് റഫറൻസ്. ടോപ്പോ ഷീറ്റിലെ ഒരു ചെറിയ വസ്തുവിൻ്റെ സ്ഥാനം വളരെ കൃത്യമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് 4 ഫിഗർ ഗ്രിഡ് റഫറൻസ്. 32 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സസ്യജാലങ്ങൾ, വനങ്ങൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സസ്യങ്ങൾ, വനങ്ങൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് പച്ച. 33 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കൃഷിഭൂമി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? മഞ്ഞ. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കൃഷിഭൂമി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. ഇപ്പോൾ 2 നിറങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സസ്യജാലങ്ങൾ, വനങ്ങൾ എന്നിവ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം പച്ചയും കൃഷിഭൂമി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയുമാണ്. 34 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, ഗ്രിഡ് രേഖകൾ എന്നിവ കാണിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, ഗ്രിഡ് രേഖകൾ എന്നിവ കാണിക്കുന്ന നിറം ചുവപ്പാണ്. 35 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ജലാശയങ്ങൾ, കിണറുകൾ, നദികൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? നീല. ജലാശയങ്ങൾ, കിണറുകൾ, നദികൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീലയാണ്. 36 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ റെയിൽവേ ലൈനുകൾ, ടെലിഫോൺ ലൈനുകൾ, അതിരുകൾ, ഉയരസംഖ്യകൾ എന്നിവ കാണിക്കുന്ന നിറം ഏതാണ്? കറുപ്പ്. റെയിൽവേ ലൈനുകൾ, ടെലിഫോൺ ലൈനുകൾ, അതിരുകൾ, ഉയരസംഖ്യകൾ എന്നിവ കാണിക്കുന്ന നിറം കറുപ്പ്. പ്രധാനപ്പെട്ട മറ്റു 3 കളറുകളും കൂടി പഠിച്ചു. ഒന്നുകൂടി നോക്കാം. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, ഗ്രിഡ് രേഖകൾ എന്നിവ കാണിക്കുന്ന നിറം ചുവപ്പ്. ജലാശയങ്ങൾ, കിണറുകൾ, നദികൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീല. റെയിൽവേ ലൈനുകൾ, ടെലിഫോൺ ലൈനുകൾ, അതിരുകൾ, ഉയരസംഖ്യകൾ എന്നിവ കാണിക്കുന്ന നിറം കറുപ്പ്. 37 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ തരിശുഭൂമിയും കൃഷി ചെയ്യാത്ത പ്രദേശവും കാണിക്കുന്ന നിറം ഏതാണ്? വെള്ള. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ തരിശുഭൂമിയും കൃഷി ചെയ്യാത്ത പ്രദേശവും കാണിക്കുന്ന നിറം വെള്ളയാണ്. 38 ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ മണൽത്തിട്ടകൾ, മണൽക്കുന്നുകൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട്. മണൽത്തിട്ടകൾ, മണൽക്കുന്നുകൾ എന്നിവ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം തവിട്ടും തരിശുഭൂമിയും കൃഷി ചെയ്യാത്ത പ്രദേശവും കാണിക്കുന്ന നിറം വെള്ള. 39 ടോപ്പോ ഷീറ്റുകളുടെ അതിർത്തിക്ക് പുറത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളെ പൊതുവായി എന്ത് വിളിക്കുന്നു? അരിക വിവരങ്ങൾ അഥവാ മാർജിനൽ ഇൻഫർമേഷൻ. ടോപ്പോ ഷീറ്റുകളുടെ അതിർത്തിക്ക് പുറത്തു നൽകിയിരിക്കുന്ന വിവരങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് അരിക വിവരങ്ങൾ അഥവാ മാർജിനൽ ഇൻഫർമേഷൻ. 40 അരിക വിവരങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഷീറ്റ് നമ്പർ, അളവുകോൽ അഥവാ സ്കെയിൽ, സമോച്ചാന്തരം, വടക്ക് ദിശ, സൂചിക അല്ലെങ്കിൽ ലീഗൻഡ് ഓർ കീ. അരിക വിവരങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങളാണ് ഷീറ്റ് നമ്പർ, അളവുകോൽ അഥവാ സ്കെയിൽ, സമോച്ചാന്തരം, വടക്ക് ദിശ, സൂചിക, ലീഗൻ അല്ലെങ്കിൽ കീ. 41
അന്താരാഷ്ട്ര ഭൂപട പരമ്പരയുടെ ഭാഗമായി 1:10 ലക്ഷം തോതിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെ എങ്ങനെ വിളിക്കുന്നു? മില്യൺ ഷീറ്റുകൾ. അന്താരാഷ്ട്ര ഭൂപട പരമ്പരയുടെ ഭാഗമായി 1:10 ലക്ഷം തോതിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് മില്യൺ ഷീറ്റുകൾ. 42. 1:50,000 തോതിലുള്ള ഒരു ടോപ്പോ ഷീറ്റിലെ 1 സെന്റിമീറ്റർ ഭൗമോപരിതലത്തിലെ എത്ര ദൂരത്തിന് തുല്യമാണ്? 0.5 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിന് തുല്യമാണ്. 1:50,000 തോതിലുള്ള ഒരു ടോപ്പോ ഷീറ്റിലെ 1 സെന്റിമീറ്റർ ഭൗമോപരിതലത്തിലെ എത്ര ദൂരത്തിന് തുല്യമാണ്? 0.5 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിന് തുല്യമാണ്. 43. 1:25,000 തോതിലുള്ള ടോപ്പോഗ്രാഫിക്കൽ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ യഥാർത്ഥത്തിൽ എത്ര ദൂരത്തെ സൂചിപ്പിക്കുന്നു? 250 മീറ്റർ അല്ലെങ്കിൽ 0.25 കിലോമീറ്റർ. 1:25,000 തോതിലുള്ള ടോപ്പോഗ്രാഫിക്കൽ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ യഥാർത്ഥത്തിൽ എത്ര ദൂരത്തെ സൂചിപ്പിക്കുന്നു? 250 മീറ്റർ അല്ലെങ്കിൽ 0.25 കിലോമീറ്റർ. 44. അന്താരാഷ്ട്ര ഗ്രേഡ് അനുസരിച്ച് ഇന്ത്യയിലെ മില്യൺ ഷീറ്റുകൾക്ക് നൽകിയിട്ടുള്ള നമ്പർ പരിധി എത്രയാണ്? 40 മുതൽ 60 വരെയും 72 മുതൽ 92 വരെയും. അന്താരാഷ്ട്ര ഗ്രേഡ് അനുസരിച്ച് ഇന്ത്യയിലെ മില്യൺ ഷീറ്റുകൾക്ക് നൽകിയിട്ടുള്ള നമ്പർ പരിധി 40 മുതൽ 60 വരെയും 72 മുതൽ 92 വരെയുമാണ്. 45. ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നങ്ങളുടെയും നിറങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? സൂചിക. ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നങ്ങളുടെയും നിറങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് സൂചിക, ലീഗൻഡ് അല്ലെങ്കിൽ കീ. 46. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളെ എന്ത് വിളിക്കുന്നു? ആചാരപരമായ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളെ വിളിക്കുന്ന പേരാണ് ആചാരപരമായ ചിഹ്നങ്ങൾ അഥവാ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. 47. ടോപ്പോ ഷീറ്റിൽ കാണുന്ന വറ്റാത്ത കിണറുകൾ ഏത് നിറത്തിലാണ് അടയാളപ്പെടുത്തുന്നത്? നീലവൃത്തം അല്ലെങ്കിൽ ബ്ലൂ സർക്കിൾ. ടോപ്പോ ഷീറ്റിൽ കാണുന്ന വറ്റാത്ത കിണറുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന നിറം നീലവൃത്തം അല്ലെങ്കിൽ ബ്ലൂ സർക്കിൾ ആണ്. 48. ടോപ്പോ ഷീറ്റിൽ കാണുന്ന വറ്റുന്ന കിണറുകൾ അഥവാ ഡ്രൈ വെൽസ് ഏത് നിറത്തിലാണ് അടയാളപ്പെടുത്തുന്നത്? കറുത്ത വൃത്തം അല്ലെങ്കിൽ ബ്ലാക്ക് സർക്കിൾ. ടോപ്പോ ഷീറ്റിൽ കാണുന്ന വറ്റുന്ന കിണറുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന നിറം കറുത്ത വൃത്തം അഥവാ ബ്ലാക്ക് സർക്കിൾ ആണ്. 49. ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അവിഭക്ത ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായ ഉപകരണം ഏതാണ്? ഡിവൈഡറും അളവുകോലും. ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അവിഭക്ത അഥവാ ചുരമില്ലാത്ത അഥവാ നേർരേഖയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായ ഉപകരണമാണ് ഡിവൈഡറും അളവുകോലും. 50. ടോപ്പോ ഷീറ്റിലെ വളഞ്ഞു പുളഞ്ഞ റോഡുകളുടെയോ നദികളുടെയോ ദൂരം അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രായോഗിക മാർഗം ഏതാണ്? നൂൽ ഉപയോഗിച്ച് അളക്കുക അഥവാ ത്രെഡ് മെത്തേഡ്. ടോപ്പോ ഷീറ്റിലെ വളഞ്ഞു പുളഞ്ഞ റോഡുകളുടെയോ നദികളുടെയോ ദൂരം അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രായോഗിക മാർഗമാണ് നൂൽ ഉപയോഗിച്ച് അളക്കൽ അഥവാ ത്രെഡ് മെത്തേഡ്. 51. സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളുടെ വടക്ക് ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് വടക്കാണ്? ഗ്രിഡ് നോർത്ത്. സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളുടെ വടക്ക് ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വടക്കാണ് ഗ്രിഡ് നോർത്ത്. 52. ടോപ്പോ ഷീറ്റിൽ മധ്യഭാഗം നിരപ്പായതും വശങ്ങൾ കുത്തനെയുമുള്ള ഉയർന്ന ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകൾ ഏത് ഭൂരൂപത്തിൻ്റേതാണ്? പീഠഭൂമി. ടോപ്പോ ഷീറ്റിൽ മധ്യഭാഗം നിരപ്പായതും വശങ്ങൾ കുത്തനെയുമുള്ള ഉയർന്ന ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകൾ പീഠഭൂമി ഭൂരൂപത്തിൻ്റേതാണ്. 53. ടോപ്പോ ഷീറ്റിൽ വളരെ അടുത്തടുത്ത് ഒന്നിച്ചു ചേർന്ന് കിടക്കുന്ന കോണ്ടൂർ രേഖകൾ ഏത് ഭൂരൂപത്തിൻ്റേതാണ്? ചെങ്കുത്ത് അല്ലെങ്കിൽ ക്ലിഫ്. ടോപ്പോ ഷീറ്റിൽ വളരെ അടുത്തടുത്ത് ഒന്നിച്ചു ചേർന്ന് കിടക്കുന്ന സമോച്ച രേഖകൾ ഏത് ഭൂരൂപത്തെ കാണിക്കുന്നു? ചെങ്കുത്ത് അല്ലെങ്കിൽ ക്ലിഫ്. 54. ഭൂപടത്തിൽ കിഴക്കൻ രേഖയും വടക്കൻ രേഖയും സന്ധിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയെ അടിസ്ഥാനമാക്കി
സ്ഥാനം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? ഗ്രിഡ് റഫറൻസ്. ഭൂപടത്തിൽ കിഴക്കൻ രേഖയും വടക്കൻ രേഖയും സന്ധിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയെ അടിസ്ഥാനമാക്കി സ്ഥാനം നിർണ്ണയിക്കുന്ന രീതിയാണ് ഗ്രിഡ് റഫറൻസ്. 55. 1:50,000 തോതിലുള്ള ഭൂപടത്തിൽ 4 സെൻറ്റിമീറ്റർ ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 2 കിലോമീറ്റർ. കാരണം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/2 കിലോമീറ്ററാണ്. 1:50,000 തോതിലുള്ള ഭൂപടത്തിൽ 4 സെൻറ്റിമീറ്റർ ദൂരം യഥാർത്ഥത്തിൽ 2 കിലോമീറ്ററാണ്. കാരണം 1 സെൻറ്റിമീറ്റർ എടുക്കുന്നത് 1/2 കിലോമീറ്റർ ദൂരത്തിനെയാണ്. അതായത് 0.5 കിലോമീറ്റർ ദൂരത്തിനെയാണ് 1 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. 56. 6 ഫിഗർ ഗ്രിഡ് റഫറൻസിൽ ആദ്യ 3 അക്കങ്ങൾ എന്തിനേയും അവസാന 3 അക്കങ്ങൾ എന്തിനേയും സൂചിപ്പിക്കുന്നു? ആൻസർ: ആദ്യ 3 അക്കങ്ങൾ കിഴക്കൻ രേഖയെയും അവസാന 3 അക്കങ്ങൾ വടക്കൻ രേഖയെയും അതായത് നോർത്തിങ്സിനെയും സൂചിപ്പിക്കുന്നു. 6 ഫിഗർ ഗ്രിഡ് റഫറൻസിൽ ആദ്യ 3 അക്കങ്ങൾ എന്തിനേയും അവസാന 3 അക്കങ്ങൾ എന്തിനേയും സൂചിപ്പിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്നുകൂടി നോക്കാം. ആദ്യ 3 അക്കങ്ങൾ കിഴക്കൻ രേഖ അതായത് ഈസ്റ്റിങ്സിനെയും അവസാന 3 അക്കങ്ങൾ വടക്കൻ രേഖ അഥവാ നോർത്തിങ്സിനെയും സൂചിപ്പിക്കുന്നു. 57. ടോപ്പോ ഷീറ്റിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കെട്ടിടങ്ങൾ അഥവാ പാർത്ത വീടുകൾ, സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സിനെ. ടോപ്പോ ഷീറ്റിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പാർത്ത വീടുകൾ അതായത് സെറ്റിൽമെൻറ്റ്സ് ഓർ ബിൽഡിങ്സിനെ സൂചിപ്പിക്കുന്നു. 58. ടോപ്പോ ഷീറ്റിൽ തവിട്ട് നിറത്തിൽ വൃത്താകൃതിയിൽ കുത്തുകളിട്ട് കാണിക്കുന്നത് എന്തിനെയാണ്? മണൽക്കൂനകൾ. ടോപ്പോ ഷീറ്റിൽ തവിട്ട് നിറത്തിൽ വൃത്താകൃതിയിൽ കുത്തുകളിട്ട് കാണിക്കുന്നത് മണൽക്കൂനകളെയാണ്. 59. ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, ഡ്രെയിനേജ് അഥവാ നദീവ്യൂഹം, ഗതാഗതം, ജനവാസം എന്നിവ സമഗ്രമായി പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ ഏവ? ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, ഡ്രെയിനേജ്, ഗതാഗതം, ജനവാസം എന്നിവ സമഗ്രമായി പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങൾ. 60. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മില്യൺ ഷീറ്റ് നമ്പറുകൾ ഏതിലാണ്? 58-ാം നമ്പർ മില്യൺ ഷീറ്റിൽ. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മില്യൺ ഷീറ്റ് നമ്പറുകളിൽ ഏതിലാണ്? 58-ാം നമ്പർ മില്യൺ ഷീറ്റിൽ. 61. 1:50,000 തോതിലുള്ള ഭൂപടങ്ങൾ ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഏത് പരമ്പരയുടെ ഭാഗമാണ്? ഓപ്പൺ സീരീസ് മാപ്പുകൾ. 1:50,000 തോതിലുള്ള ഭൂപടങ്ങൾ ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഏത് പരമ്പരയുടെ ഭാഗമായിട്ടാണ്? ഓപ്പൺ സീരീസ് മാപ്പുകളുടെ ഭാഗമായിട്ട്. 62. പ്രതിരോധ ആവശ്യങ്ങൾക്കായി സർവേ ഓഫ് ഇന്ത്യ പ്രത്യേകം നിർമ്മിക്കുന്ന ഭൂപട പരമ്പര ഏതാണ്? ഡിഫൻസ് സീരീസ് മാപ്പുകൾ. പ്രതിരോധ ആവശ്യങ്ങൾക്കായി സർവേ ഓഫ് ഇന്ത്യ പ്രത്യേകം നിർമ്മിക്കുന്ന ഭൂപട പരമ്പരയാണ് ഡിഫൻസ് സീരീസ് മാപ്പുകൾ. 63. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കാണുന്ന റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകളെ പൊതുവായി എന്ന് വിളിക്കുന്നു? മാനവിക സാംസ്കാരിക സവിശേഷതകൾ അഥവാ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നു. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കാണുന്ന റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകളെ പൊതുവായി വിളിക്കുന്ന പേരാണ് മാനവിക സാംസ്കാരിക സവിശേഷതകൾ അഥവാ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നു. 64. ടോപ്പോ ഷീറ്റിൽ കാണുന്ന നദികൾ, പർവ്വതങ്ങൾ, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകളെ വിളിക്കുന്ന പേരാണ് ഭൗതിക സവിശേഷതകൾ അഥവാ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന്. ടോപ്പോ ഷീറ്റിൽ കാണുന്ന നദികൾ, പർവ്വതങ്ങൾ, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകളെ വിളിക്കുന്ന പേരാണ് ഭൗതിക സവിശേഷതകൾ അഥവാ ഫിസിക്കൽ ഫീച്ചേഴ്സ്. 65. ടോപ്പോ ഷീറ്റിൽ ജനവാസ കേന്ദ്രങ്ങൾ റോഡുകൾക്കോ നദികൾക്കോ ഇരുവശത്തുമായി ഒരു നിരയായി കാണപ്പെടുന്ന ജനവാസ രീതി ഏതാണ്? രേഖീയ ജനവാസം. ടോപ്പോ ഷീറ്റിൽ ജനവാസ കേന്ദ്രങ്ങൾ റോഡുകൾക്കോ നദികൾക്കോ ഇരുവശത്തുമായി ഒരു നിരയായി കാണപ്പെടുന്ന ജനവാസ രീതിയാണ് രേഖീയ ജനവാസം. 66. റോഡുകളുടെയോ നദികളുടെയോ കവലകളിൽ ഒരു കേന്ദ്രത്തിന് ചുറ്റുമായി വീടുകൾ ഒന്നിച്ചു ചേർന്ന് കാണപ്പെടുന്ന ജനവാസ രീതി ഏതാണ്? കേന്ദ്രീകൃത ജനവാസം. റോഡുകളുടെയോ നദികളുടെയോ കവലകളിൽ ഒരു കേന്ദ്രത്തിന് ചുറ്റുമായി വീടുകൾ ഒന്നിച്ചു ചേർന്ന് കാണപ്പെടുന്ന ജനവാസ രീതിയാണ് കേന്ദ്രീകൃത ജനവാസം. 67.
വീടുകൾ പരസ്പരം അകന്ന് ചിതറിക്കിടക്കുന്ന രീതിയിൽ ടോപ്പോഷീറ്റിൽ കാണപ്പെടുന്ന ജനവാസ രീതി ഏതാണ്? വിന്യസിത ജനവാസം. വീടുകൾ പരസ്പരം അകന്ന് ചിതറിക്കിടക്കുന്ന രീതിയിൽ ടോപ്പോഷീറ്റിൽ കാണപ്പെടുന്ന ജനവാസ രീതിയാണ് വിന്യസിത ജനവാസ രീതി. 68. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടത്തിൽ PO എന്ന് രേഖപ്പെടുത്തിയിരുന്നാൽ അത് ഏത് സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു? പോസ്റ്റ് ഓഫീസ്. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടത്തിൽ PO എന്ന് രേഖപ്പെടുത്തിയിരുന്നാൽ അത് പോസ്റ്റ് ഓഫീസിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 69. ടോപ്പോഷീറ്റിൽ PS എന്ന അക്ഷരങ്ങൾ എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? പോലീസ് സ്റ്റേഷൻ. ടോപ്പോഷീറ്റിൽ PS എന്ന അക്ഷരങ്ങൾ പോലീസ് സ്റ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. 70. TO എന്ന ചുരുക്കെഴുത്ത് ടോപ്പോഷീറ്റിൽ എന്തിനെ കാണിക്കുന്നു? ടെലിഗ്രാഫ് ഓഫീസിനെ. TO എന്ന ചുരുക്കെഴുത്ത് ടോപ്പോഷീറ്റിൽ ടെലിഗ്രാഫ് ഓഫീസിനെയാണ് കാണിക്കുന്നത്. 71. ടോപ്പോഷീറ്റിൽ RH എന്ന് രേഖപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം റെസ്റ്റ് ഹൗസ് എന്നാണ്. ടോപ്പോഷീറ്റിൽ RH എന്ന് രേഖപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം റെസ്റ്റ് ഹൗസ് എന്നാണ്. 72. ടോപ്പോഷീറ്റിൽ IB എന്ന് കാണിച്ചാൽ അത് ഏത് കെട്ടിടമാണ്? ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ടോപ്പോഷീറ്റിൽ IB എന്ന് കാണിച്ചാൽ അത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. 73. CH എന്ന അക്ഷരങ്ങൾ ടോപ്പോഷീറ്റിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സർക്യൂട്ട് ഹൗസ്. CH എന്ന അക്ഷരങ്ങൾ ടോപ്പോഷീറ്റിൽ സർക്യൂട്ട് ഹൗസിനെയാണ് സൂചിപ്പിക്കുന്നത്. 74. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഇരട്ട വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പാകപ്പെടുത്തിയ റോഡ് അഥവാ മെറ്റൽഡ് റോഡ് അല്ലെങ്കിൽ പോവ്ഡ് റോഡ്. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഇരട്ട വരകൾ പാകപ്പെടുത്തിയ റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 75. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഇരട്ട മുറിവരകൾ ഏത് വഴിയെ കാണിക്കുന്നു? പാകപ്പെടുത്താത്ത റോഡ്. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഇരട്ട മുറിവരകൾ പാകപ്പെടുത്താത്ത റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 76. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഒറ്റ മുറിവര ഏത് പാതയെ സൂചിപ്പിക്കുന്നു? കാട്ടുപാത അല്ലെങ്കിൽ നാട്ടുപാത. ടോപ്പോഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഒറ്റ മുറിവര കാട്ടുപാത അല്ലെങ്കിൽ നാട്ടുപാത ഫുട്പാത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 77. ടോപ്പോഷീറ്റിൽ കറുത്ത നിറത്തിലുള്ള ഇരട്ട വരകൾക്ക് കുറുകെ ചെറിയ വരകൾ ഇട്ട് കാണിച്ചാൽ അത് ഏത് ഗതാഗത മാർഗമാണ്? റെയിൽവേ ലൈൻ. ടോപ്പോഷീറ്റിൽ കറുത്ത നിറത്തിലുള്ള ഇരട്ട വരകൾക്ക് കുറുകെ ചെറിയ വരകൾ ഇട്ട് കാണിച്ചാൽ അത് റെയിൽവേ ലൈൻ ഗതാഗത മാർഗമാണ്. 78. ടോപ്പോഷീറ്റുകളിൽ കൂടുതൽ കട്ടിയുള്ള തവിട്ടു നിറത്തിൽ വരക്കുകയും ഉയരം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാന സമോച്ച രേഖകളെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റ് കോണ്ടൂർ. ടോപ്പോഷീറ്റുകളിൽ കൂടുതൽ കട്ടിയുള്ള തവിട്ടു നിറത്തിൽ വരക്കുകയും ഉയരം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാന സമോച്ച രേഖകളെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റ് കോണ്ടൂർ. സമോച്ച രേഖകളാണ് കോണ്ടൂർ ലൈൻസ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് തെറ്റിക്കാതെ നോക്കണം. 79. ഇൻഡക്റ്റ് കോണ്ടൂറുകൾക്ക് ഇടയിൽ സാധാരണ കനത്തിൽ വരക്കുന്ന സമോച്ച രേഖകളെ അഥവാ കോണ്ടൂർ രേഖകളെ എന്ത് വിളിക്കുന്നു? ഇൻ്റർമീഡിയറ്റ് കോണ്ടൂർ. ഇൻഡെക്സ് കോണ്ടൂറുകൾക്ക് ഇടയിൽ സാധാരണ കനത്തിൽ വരക്കുന്ന കോണ്ടൂർ രേഖകളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് കോണ്ടൂർ. 80. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ സമോച്ച രേഖകളുടെ മൂല്യം രേഖപ്പെടുത്തുന്നത് ഏത് അളവിലാണ്? മീറ്ററിൽ. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകളുടെ മൂല്യം രേഖപ്പെടുത്തുന്ന അളവ് മീറ്ററിലാണ്. 81. ടോപ്പോഷീറ്റിൽ ഒരു നദിയുടെ ഒഴുക്കിൻ്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? പ്രദേശത്തിൻ്റെ ചരിവും ഉയരവ്യത്യാസവും. ടോപ്പോഷീറ്റിൽ ഒരു നദിയുടെ ഒഴുക്കിൻ്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം എന്നത് പ്രദേശത്തിൻ്റെ ചരിവും ഉയരവ്യത്യാസവുമാണ്. 82. പ്രധാന നദിയും പോഷക നദികളും ഒരു മരത്തിൻ്റെ ശാഖകൾ പോലെ കാണപ്പെടുന്ന നദീവ്യൂഹ രീതി ഏതാണ്? ഡെൻഡ്രിറ്റിക് പാറ്റേൺ. പ്രധാന നദിയും പോഷക നദികളും ഒരു മരത്തിൻ്റെ ശാഖകൾ പോലെ കാണപ്പെടുന്ന നദീവ്യൂഹ രീതിയാണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ. 83. പോഷക നദികൾ പ്രധാന നദിയോട് സമകോണിൽ അതായത് 90 ഡിഗ്രിയിൽ വന്നു ചേരുന്ന നദീവ്യൂഹ രീതിയാണ് ട്രെല്ലിസ് പാറ്റേൺ. പോഷക നദികൾ പ്രധാന നദിയോട് സമകോണിൽ അതായത് 90 ഡിഗ്രിയിൽ വന്നു ചേരുന്ന നദീവ്യൂഹ രീതിയാണ് ട്രെല്ലിസ് പാറ്റേൺ.
84. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും നദികൾ ഒഴുകുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് പാറ്റേൺ ഏത് രീതിയാണ്? റേഡിയൽ പാറ്റേൺ. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും നദികൾ ഒഴുകുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് പാറ്റേൺ ആണ് റേഡിയൽ പാറ്റേൺ. 85. ടോപ്പോ ഷീറ്റിൻ്റെ മുകൾ വശം എപ്പോഴും ഏത് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക്. ടോപ്പോ ഷീറ്റിൻ്റെ മുകൾ വശം എപ്പോഴും വടക്ക് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്. 86. 1:50,000 തോതിലുള്ള ഭൂപടത്തിൽ ഗ്രിഡ് ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സാധാരണയായി എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 1:50,000 തോതിലുള്ള ഭൂപടത്തിൽ ഗ്രിഡ് ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സാധാരണയായി 2 സെൻറ്റിമീറ്ററാണ്. 87. 1:50,000 ടോപ്പോ ഷീറ്റിലെ ഒരു ഗ്രിഡ് ചതുരത്തിൻ്റെ യഥാർത്ഥ വിസ്തീർണം എത്രയാണ്? 1 ചതുരശ്ര കിലോമീറ്റർ. 1:50,000 ടോപ്പോ ഷീറ്റിലെ ഒരു ഗ്രിഡ് ചതുരത്തിൻ്റെ അതിൻ്റെ നീളം വീതിയും 2 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ യഥാർത്ഥ വിസ്തീർണം എന്നത് 1 ചതുരശ്ര കിലോമീറ്റർ ആയിരിക്കും. 88. 1 മില്യൺ ഷീറ്റിനെ 16 സമഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഭൂപടത്തിൻ്റെ തോത് എത്രയാണ്? ആൻസർ 1:250,000. 1 മില്യൺ ഷീറ്റിനെ 16 സമഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഭൂപടത്തിൻ്റെ തോത് 1:250,000. 89. 58 C/4 എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ടോപ്പോ ഷീറ്റിൻ്റെ തോത് എത്രയായിരിക്കും? 1:50,000. 58 C/4 എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ടോപ്പോ ഷീറ്റിൻ്റെ തോത് 1:50,000 ആയിരിക്കും. 90. ടോപ്പോ ഷീറ്റിൽ കാലാനുസൃതമായി മാത്രം വെള്ളം ഒഴുക്കുന്ന നദികൾ ഏത് നിറത്തിലാണ് വരക്കുന്നത്? അതായത് വേനൽക്കാലത്ത് വറ്റുന്ന നദികൾ അത് കറുത്ത നിറത്തിലാണ് വരക്കുക. ടോപ്പോ ഷീറ്റിൽ കാലാനുസൃതമായി മാത്രം വെള്ളം ഒഴുകുന്ന അതായത് വേനൽക്കാലത്ത് വറ്റുന്ന നദികൾ കറുപ്പ് വരകൾ നിറത്തിലാണ് കൊടുക്കുക. 91. ടോപ്പോ ഷീറ്റിൽ വെള്ളം നിറഞ്ഞ വറ്റാത്ത നദികളും തോടുകളും ഏത് നിറത്തിൽ കാണിക്കുന്നു? നീല നിറം. ടോപ്പോ ഷീറ്റിൽ വെള്ളം നിറഞ്ഞ വറ്റാത്ത നദികളും തോടുകളും നീല നിറത്തിലാണ് കാണിക്കുക. 92. ടോപ്പോ ഷീറ്റിൽ കേസ് വേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഴക്കാലത്ത് വെള്ളം കയറുന്ന താഴ്ന്ന റോഡ്, പാലം എന്നിവയെ സൂചിപ്പിക്കാൻ. ഒന്നുകൂടി നോക്കാം. ടോപ്പോ ഷീറ്റിൽ കേസ് വേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഴക്കാലത്ത് വെള്ളം കയറുന്ന താഴ്ന്ന റോഡ്, പാലം എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 93. ഭൂപടത്തിൽ കറുത്ത നിറത്തിൽ കുത്തുകളിട്ട് ചുറ്റും സ്റ്റോണി വേസ്റ്റ് എന്ന് എഴുതിയിരുന്നാൽ അത് ഏത് തരം ഭൂമിയാണ്? പാറക്കെട്ടുകൾ നിറഞ്ഞ തരിശുഭൂമി. ഭൂപടത്തിൽ കറുത്ത നിറത്തിൽ കുത്തുകളിട്ട് ചുറ്റും സ്റ്റോണി വേസ്റ്റ് എന്ന് എഴുതിയിരുന്നാൽ അത് പാറക്കെട്ടുകൾ നിറഞ്ഞ തരിശുഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. 94. ഓപ്പൺ സ്ക്രബ് എന്ന് ഭൂപടത്തിൽ നൽകിയിരുന്നാൽ അത് ഏത് തരത്തിലുള്ള സസ്യജാലത്തെ കാണിക്കുന്നു? കുറ്റിക്കാടുകൾ, പൊന്തക്കാടുകൾ എന്നിവയെ. ഓപ്പൺ സ്ക്രബ് എന്ന് ഭൂപടത്തിൽ നൽകിയാൽ അത് കുറ്റിക്കാടുകൾ, പൊന്തക്കാടുകൾ എന്ന തരത്തിലുള്ള സസ്യജാലത്തെ കാണിക്കുന്നു. 95. ടോപ്പോ ഷീറ്റിൽ ഷീറ്റ് നമ്പർ 58 C/4 എന്നതിൽ 58 എന്തിനെ പ്രതിനിധീകരിക്കുന്നു? മില്യൺ ഷീറ്റ് നമ്പർ. ടോപ്പോ ഷീറ്റിൽ ഷീറ്റ് നമ്പർ 58 C/4 എന്നതിൽ 58 എന്നത് മില്യൺ ഷീറ്റ് നമ്പറിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. 96. ഒരു 1:50,000 ടോപ്പോ ഷീറ്റിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 15 മിനിറ്റ് × 15 മിനിറ്റ്. ഒരു 1:50,000 ടോപ്പോ ഷീറ്റിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്നത് 15 മിനിറ്റ് × 15 മിനിറ്റ് ആണ്. 97. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ജനറൽ ആരായിരുന്നു? മേജർ ജെയിംസ് റെന്നൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ആയിരുന്നത് മേജർ ജെയിംസ് റെന്നൽ ആയിരുന്നു. 98. ഭൂപടത്തിൽ BR എന്ന് രേഖപ്പെടുത്തിയാൽ അത് ഏത് നിർമ്മിതിയെ കാണിക്കുന്നു? പാലം. ഭൂപടത്തിൽ BR എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 99. ഒരു 4 ഫിഗർ ഗ്രിഡ് ചതുരത്തിനുള്ളിലെ ഭാഗങ്ങളെ വീണ്ടും 10 സമഭാഗങ്ങളായി വിഭജിച്ച് സ്ഥാനം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? 6 ഫിഗർ ഗ്രിഡ് റഫറൻസ്. ഒരു 4 ഫിഗർ ഗ്രിഡ് ചതുരത്തിനുള്ളിലെ ഭാഗങ്ങളെ വീണ്ടും 10 സമഭാഗങ്ങളായി വിഭജിച്ച് സ്ഥാനം നിർണ്ണയിക്കുന്ന രീതിയാണ് 6 ഫിഗർ ഗ്രിഡ് റഫറൻസ്.
100. ടോപ്പോ ഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ അടുക്കടുക്കായി കാണപ്പെടുന്നത് എന്തിൻ്റെ സൂചനയാണ്? സാന്ദ്രമായ ജനവാസം അല്ലെങ്കിൽ പട്ടണം. ടോപ്പോ ഷീറ്റിൽ ചുവപ്പ് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ അടുക്കടുക്കായി കാണപ്പെടുന്നത് സാന്ദ്രമായ ജനവാസം അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ സൂചനയാണ്. 101. ടോപ്പോ ഷീറ്റിലെ മഞ്ഞ നിറം ആ പ്രദേശത്തെ ജനങ്ങളുടെ ഏത് പ്രധാന തൊഴിലിനെ സൂചിപ്പിക്കുന്നു? കൃഷി. ടോപ്പോ ഷീറ്റിലെ മഞ്ഞ നിറം ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലായ കൃഷിയെയാണ് സൂചിപ്പിക്കുന്നത്. 102. ഭൂപടത്തിൽ നദിയുടെ കറുത്ത വരകൾക്ക് മധ്യത്തിലായി നീല നിറം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? വേനൽക്കാലത്ത് വറ്റുമെങ്കിലും ഭാഗികമായി വെള്ളമുള്ള നദിയെ. ഭൂപടത്തിൽ നദിയുടെ കറുത്ത വരകൾക്ക് മധ്യത്തിലായി നീല നിറം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് വറ്റുമെങ്കിലും ഭാഗികമായി വെള്ളമുള്ള നദിയെ സൂചിപ്പിക്കുന്നു. 103. കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകൾ ഏത് ഭൂരൂപത്തിൻ്റേതാണ്? സീ ക്ലിഫ്. കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകൾ സീ ക്ലിഫ് ഭൂരൂപത്തിൻ്റേതാണ്. 104. സമോച്ച രേഖകൾ അഥവാ കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം വഴി പ്രദേശത്തിൻ്റെ ഏത് സവിശേഷതയാണ് അറിയാൻ സാധിക്കുന്നത്? ഭൂമിയുടെ ചെരിവ് അഥവാ സ്ലോപ്പ് ഓഫ് ദി ലാൻഡ്. സമോച്ച രേഖകൾ തമ്മിലുള്ള അകലം വഴി പ്രദേശത്തിൻ്റെ ഭൂമിയുടെ ചെരിവ് എന്ന സവിശേഷതയെ അറിയാനാണ് സാധിക്കുന്നത്. 105. ടോപ്പോ ഷീറ്റിൽ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോണ്ടൂർ രേഖകൾ പരസ്പരം ഛേദിക്കാറുണ്ടോ? ഇല്ല. കോണ്ടൂർ രേഖകൾ ഒരിക്കലും പരസ്പരം ഛേദിക്കില്ല. ടോപ്പോ ഷീറ്റിൽ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന സമോച്ച രേഖകൾ അതുതന്നെയാണ് കോണ്ടൂർ രേഖകൾ. അവ പരസ്പരം ഛേദിക്കാറില്ല. കാരണം എന്താണ്? സമോച്ച രേഖകൾ അഥവാ കോണ്ടൂർ രേഖകൾ ഒരിക്കലും പരസ്പരം ഛേദിക്കില്ല. 106. ടോപ്പോ ഷീറ്റിൽ PTO എന്ന് നൽകിയിരുന്നാൽ അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പവർ ആൻഡ് ടെലിഗ്രാഫ് ഓഫീസ്. ടോപ്പോ ഷീറ്റിൽ PTO എന്ന് നൽകിയിരുന്നാൽ അതിൻ്റെ പൂർണ്ണരൂപം പവർ ആൻഡ് ടെലിഗ്രാഫ് ഓഫീസ് എന്നാണ്. 107. ഭൂപടത്തിൽ കിണറിന് സമീപം ബ്രാക്കിഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉപ്പുവെള്ളം. ഭൂപടത്തിൽ കിണറിന് സമീപം ബ്രാക്കിഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത അത് ഉപ്പുവെള്ളമാണ്. 108. ടോപ്പോ ഷീറ്റിൻ്റെ അടിഭാഗത്ത് നൽകിയിരിക്കുന്ന ഗ്രാഫിക്കൽ രീതിയിലുള്ള തോതിനെ എന്താണ് വിളിക്കുന്നത്? ലൈനിയർ സ്കെയിൽ. ടോപ്പോ ഷീറ്റിൻ്റെ അടിഭാഗത്ത് നൽകിയിരിക്കുന്ന ഗ്രാഫിക്കൽ രീതിയിലുള്ള തോതിനെ വിളിക്കുന്ന പേരാണ് ലൈനിയർ സ്കെയിൽ. 109. സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ടോപ്പോ ഷീറ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ഏതാണ്? പോളികോണിക് പ്രൊജക്ഷൻ അഥവാ UTM പ്രൊജക്ഷൻ. സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ടോപ്പോ ഷീറ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊജക്ഷനാണ് പോളികോണിക് പ്രൊജക്ഷൻ. അതുതന്നെയാണ് UTM പ്രൊജക്ഷൻ എന്നും അറിയപ്പെടുന്നത്. 110. ഈ അധ്യായത്തിൽ പറയുന്ന ടോപ്പോഗ്രാഫി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മാനവനിർമ്മിതവുമായ ഭൂതല സവിശേഷതകളുടെ വിവരണം. ടോപ്പോഗ്രാഫി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മാനവനിർമ്മിതവുമായ ഭൂതല സവിശേഷങ്ങളുടെ വിവരണം. ഇതോടെ ഈ അധ്യായത്തിലെ PSC ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.